സുഹൃത്തുക്കളെ, പ്രൊമോ വരുന്നോണ്ടാണ് ഈ ഇന്നിപ്പോൾ ഇന്ത്യ മുന്നണിയുടെ യോഗം കൂടി. അതിന്ന് ബേബി വിട്ട് നിൽക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഇന്ത്യ മുന്നണിയെ കൊണ്ട് CPM-നോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനോ നഷ്ടമല്ലാതെ ലാഭമല്ല. കാരണം ത്രിപുര, ബംഗാൾ, കേരളത്തിലുമാണ് ഇടതുപക്ഷമുള്ളത്. ഈ 3 സ്റ്റേറ്റിലും ഇടതുപക്ഷത്തിനെതിരെയാണ് കോൺഗ്രസിൻ്റെ നീക്കം. ഇപ്പം കേരളത്തിൽ എന്താ ഉണ്ടായത്? BJP ആയിട്ട് നല്ല ഡീലുണ്ടായിട്ടാണ് അവർ ജയിച്ചത് എന്ന് ഒരു തർക്കമില്ല. കാരണം ഇവിടെ ഒരു മനുഷ്യന് വേണ്ടത് അടിസ്ഥാന സൗകര്യങ്ങളാണ്. ഭരണഘടനയിൽ തന്നെ എഴുതി വെച്ചതുപോലെ പാർപ്പിടം വേണം, ഹോസ്പിറ്റൽ വേണം, റോഡ് വേണം, പാലം വേണം. ഈ അടിസ്ഥാന സൗകര്യങ്ങൾ മുഴുവൻ ഒരുക്കി കൊടുത്ത ഒരു ഗവൺമെൻറ്റായിരുന്നു പിണറായി സർക്കാർ. പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് വന്ന ദുരിതങ്ങൾ, ഈ കേരളത്തിൽ നിന്ന് വന്ന ദുരിതങ്ങൾ വേറെ ലോകത്ത് ഏതെങ്കിലും ഒരു രാജ്യത്തിന് വന്നിട്ടുണ്ടോ? കോവിഡായിട്ടും മറ്റേ പ്രളയമായിട്ടും നിപ്പ, ഓക്കി, എന്തൊക്കെ ദുരിതങ്ങൾ, അതിനൊക്കെ അതിജീവിച്ച് ഇത്രയും ലക്ഷം ആളുകൾക്ക് പെൻഷൻ കൊടുത്ത് നല്ല റോഡുകൾ, പാലങ്ങൾ, സ്കൂളുകൾ എന്താ ഇനി ഉണ്ടാക്കാത്ത? ഒരു വിവരാവകാശം കൊണ്ട് കൊടുത്താൽ ആ പഞ്ചായത്തിൽ കിട്ടാത്ത ആനുകൂല്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇതൊക്കെ കൊടുത്തിട്ടും എന്തുകൊണ്ട് പിന്നെ ഒരു മന്ത്രിമാരെ പറ്റിയിട്ട് അഴിമതി ആരോപണമല്ല? അപ്പോൾ ഇവരൊക്കെ എന്തുകൊണ്ട് തോറ്റു? നമുക്ക് ഓരോ ഇപ്പോൾ രാഷ്ട്രീയമായിട്ട് അറിയണൊരു ഇതെന്നില്ല നിലയ്ക്ക് ഓരോ ആളുകളെ വീട്ടിൽ പോയി കാണുകയും അവരുമായിട്ട് സംസാരിക്കുമ്പോഴും ഒക്കെ ഈ തെരഞ്ഞെടുപ്പായിട്ടാണെങ്കിൽ പോലും അവരുടെ ഒരു മനോഗതി നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അവരേത് പാർട്ടിക്കാണ് വോട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കൊക്കെ വ്യക്തിപരമായിട്ട് ആളുകളെ അറിയും. അവർ അപ്പം തന്നെ എടുത്ത ഇതിൽ പറയും പിണറായിക്ക് വോട്ട് ചെയ്യില്ല, നിങ്ങൾ അത് ചെയ്തു ഉണ്ടായിട്ടുണ്ട്. പണ്ട് ഇപ്പം നായനാർ അത്രയും കാലം 4 വർഷം അടിപൊളി ഭരണം നടത്തി. അപ്പോഴേക്കും ട്രഷറിയിൽ മാന്ദ്യം വന്നു, ട്രഷറി അടച്ചു പൂട്ടേണ്ട അവസ്ഥയിലേക്ക് വന്നു. അന്ന് ശിവദാസ മേനോനാണ് ധനകാര്യ വകുപ്പ് മന്ത്രി. അപ്പോൾ ഒരുപാട് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ വോട്ട് ചെയ്യില്ല എന്ന്. അപ്പോൾ അവരുടെ ആ പൾസ് അതായിരുന്നു. ഇപ്രാവശ്യം അത്തരം യാതൊരു ചീത്തപ്പേരും ഇല്ലാതെ ഒരു ഭരണം പൂർത്തിയാക്കിയിട്ട്, 10 വർഷത്തെ ഭരണം പൂർത്തിയാക്കിയിട്ട് ഈ ഭരണം എവിടേക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളത് ഓരോ സഖാവും മനസ്സിലാക്കേണ്ട കാര്യം. ഇത് വന്നത് EVM മിഷൻ്റെ പ്രശ്നമല്ലാതെ വേറൊന്നും കാണാനില്ല. പിന്നെ ഒന്നാമത് ലീഗുകാർ പോലും കണക്ക് കൂട്ടാത്ത ഭൂരിപക്ഷത്തിനാണ് അവരുടെ ഓരോ മണ്ഡലത്തിലും അവർ ജയിച്ചിട്ടുള്ളത്. അവർ പോലും കണക്ക് കൂട്ടിയിട്ടില്ല. കാരണം ഇവരൊക്കെ എങ്ങനെ ജയിച്ചു എന്നുള്ളതാണ്. പിന്നെ അതിലേറ്റവും ലോകത്തിലെ ഏറ്റവും വലിയ വർഗീയവാദിയായ വാരുട്ടി തൃക്കരിപ്പൂര് നിന്നിട്ട് ജയിച്ചു. 40,000 വോട്ട് ഭൂരിപക്ഷമില്ല അവിടെ മറ്റേ CPM വിമതം ജയിച്ചു. ഇതൊക്കെ എങ്ങനെയാണ് ഈ ജയം എന്നുള്ളതാണ്. എന്തുകൊണ്ട് അങ്ങനെയാണ്? ഇപ്പോൾ അങ്ങനെ എല്ലാ മണ്ഡലങ്ങളിലും അങ്ങനത്തെ പ്രശ്നം ഉണ്ടെന്ന് വെച്ചാൽ എന്തുകൊണ്ട് മലമ്പുഴ മണ്ഡലം BJPക്ക് പോയില്ല? അതും കൂടി മനസ്സിലാക്കണ്ടേ? അപ്പോൾ ഇവർക്ക് തോൽപ്പിക്കാനല്ല അജണ്ട. ഇത്ര ഇത്ര സ്ഥലത്ത് ഭൂരിപക്ഷം കിട്ടണം, ഇന്ന ആളുകൾ ജയിക്കണം, പിണറായി വിജയൻ 6 റൗണ്ട് പിന്നിലേക്ക് പോകണം എന്നൊക്കെ നല്ല കാൽക്കുലേറ്റ് ചെയ്ത് ഈ EVM മെഷീനിൽ കൃത്രിമം കാട്ടിയതാണ് എന്ന് ഉറപ്പാണ്. അത് നടക്കുന്നില്ലത്. എൻ്റെ അടുത്ത ഒരു ബന്ധു, അവരാണ് ഈ മിഷൻ ഇലക്ട്രോണിക്സ് മിഷൻ വന്നപ്പോൾ ആദ്യം അതിൻ്റെ വർക്ക് എടുത്തിരുന്ന ആളാണ്, സയൻറ്റിസ്റ്റാണ്. അപ്പോൾ മൂപ്പര് പറഞ്ഞിട്ടുണ്ട് അതിൽ കൃത്രിമം ചെയ്യാം. ആ കൃത്രിമം തന്നെ ഇത് നടന്നിട്ടില്ല, ഒരു തർക്കമില്ല അക്കാര്യത്തിൽ. പിന്നെ എന്തിനാണ് നമുക്ക് ഈ ഇന്ത്യ മുന്നണി? കോൺഗ്രസ് BJP ഒന്ന് തന്നെയാണ്.
അപ്പോൾ കോൺഗ്രസ് ജയിച്ച് അവ കുറച്ച് അഴിമതിയൊക്കെ നടത്തിയ അപ്പോഴേക്ക് ഇ ഡി അല്ലെങ്കിൽ CBI വരും, റെയ്ഡ് ചെയ്യും. അതോടുകൂടി അവൻ BJP ആയി. ആ ഇ ഡി വരുന്നത് വരെ അവൻ കോൺഗ്രസ്സാണ്. ഈ മറ്റത് പണ്ടൊക്കെ നാട്ടിൽ പറഞ്ഞതെന്ന് വെച്ചാൽ പകല് കോൺഗ്രസും രാത്രി RSS ആണ് എന്നാണ്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഇ ഡി വന്ന കോൺഗ്രസ്, ഇ ഡി വരുന്നത് വരെ കോൺഗ്രസ്, ഇ ഡി വന്നാൽ BJP. ഇതാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥിതി. അപ്പോൾ അതിന്നൊരു മാറ്റം വേണമെങ്കിൽ നമുക്ക് ഇടതുപക്ഷം വേണ്ടത് കോൺഗ്രസിനെ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഏത് ചണ്ടി ഭണ്ഡാരങ്ങളായിക്കോട്ടെ, ലീഗ് അടക്കം, ലീഗിനൊക്കെ കുറച്ച് ഒരു മനസാക്ഷിയും ഒരു പിന്നെ എന്താ പറയണത്, ഒപ്പം നിൽക്കണം എന്നുള്ളൊരു ആളുകളാണ്. അല്ലെങ്കിൽ അവർ ഇത്രയും കാലം കോൺഗ്രസിൻ്റെ ഒപ്പം നിൽക്കില്ല. പിന്നെ അവർക്കും ഈ ഭരണത്തിൽ നിന്ന് എന്തെങ്കിലും നക്കാൻ കിട്ടണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ലീഗിനെ അതിന് കുറ്റം പറയല്ല. ലീഗിൻ്റെ ആ സമുദായത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇല്ല ഒരു കുത്തൊഴുക്കിൽ അങ്ങനെ പോവുക. ബാക്കി ഉള്ള മമതാ ബാനർജി ആയാലും വേണില്ല, DMK ആയാലും വിജയ് ആയാലും അങ്ങനെ കൂട്ടിച്ചേർക്കാവുന്ന ശരത് പവാർ, അങ്ങനെയല്ലേ RJD, എല്ലാ പാർട്ടിക്കാരെയും കൂട്ടിപ്പിടിച്ച് ഇടതുപക്ഷം മുന്നോട്ട് നയിക്കണ ഒരു ബദൽ ഇവിടെ വരണം. ഇപ്പം മറ്റേ CJP അവർ വെറും വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇട്ടതിൻ്റെ മുകളിലാണ് ഇത്രയും ആളുകൾ വരുന്നത്. അപ്പോൾ ഇവിടെ പാർട്ടി ഉണ്ടാക്കാനൊന്നും യാതൊരു വിഷമതയില്ല. അതിനെ നല്ല രീതിയിൽ നയിക്കാനുള്ള ഒരു നേതൃത്വമാണ് വേണ്ടത്. ഇന്ത്യ മുന്നണിയായിട്ട് ഇനി മുന്നോട്ട് പോകരുത്, അതിൽ ഇടതുപക്ഷം ഒപ്പം നിൽക്കരുത് എന്നുള്ളത് നല്ല വ്യക്തമായ അഭിപ്രായമാണ്. ഇടതുപക്ഷം വേണ്ടത് ബംഗാളിൽ മമതയായിട്ട് കൂട്ടിച്ചേർന്നിട്ട് ഈ BJP ഗവൺമെൻറ്റിനെ പുറത്തേക്കാക്കണം. BJP ആണ് ഇതൊക്കെ ഈ നാട് കുട്ടിച്ചോറാക്കണത്. ഇപ്പോൾ ഗ്യാസ് കിട്ടാനില്ല, ഗ്യാസിൻ്റെ പേരിൽ 1000 രൂപ വെച്ചടച്ച ആളുകൾക്ക് സബ്സിഡി ഇല്ല. 15 ലക്ഷം തരാമെന്ന് പറഞ്ഞു, അതില്ല. നീറ്റ് പരീക്ഷ, അതുപോലെയുള്ള പരീക്ഷകൾ, എൻട്രൻസ് പരീക്ഷകൾ മൊത്തം ഇവർ കൈക്കൂലി കൊടുത്തിട്ട് അവരുടെ ആളുകൾക്ക് ജയിക്കാനുള്ള സന്ദർഭം ഉണ്ടാക്കി കൊടുക്കുകയാണ്. ചോദ്യ പേപ്പർ ചോർത്തണു. ഇപ്പം അടുത്ത് ഏറ്റവും വലിയൊരു തമാശ കണ്ടത്, 5 അടി പോലും ഉയരല്ലാത്ത ഒരു 18-19 വയസ്സായ പയ്യനാണ് IPS കൊടുത്തത്. അതൊക്കെ കണ്ടിട്ടുണ്ടാവും വീഡിയോയിൽ. അവിടേക്ക് എത്തി ഇന്ത്യയുടെ സ്ഥിതി. ഇന്ത്യയെ പുറത്തുള്ള ലോകത്ത് എന്നാൽ ഒരു ജോലിക്ക് പോലും കയറ്റാത്ത ഒരു സന്ദർഭം വരാൻ പോവുകയാണ്. കാരണം ഇവന് വിദ്യാഭ്യാസമല്ല, എഴുത്തും വായനയും അറിയില്ല. അങ്ങനത്തോടത്തേക്കാണ് ഇപ്പോൾ ഇത് ഈ തള്ളിയിടുന്നത്. ഇപ്പോൾ PM ശ്രീയിൽ ഒപ്പുവെച്ചാൽ സമരം ചെയ്ത ലീഗുകാരൊക്കെ ഇപ്പോൾ എവിടെയാണെന്ന് ഒന്ന് പറഞ്ഞു തരുമുണ്ടോ? അപ്പോൾ ഇതാണ് പറയാനുള്ളത്. എല്ലാവരും ഇടതുപക്ഷ ശക്തികൾ ഒന്നിച്ച് നിൽക്കണം. അതിൻ്റെ ഒപ്പം എല്ലാ പാർട്ടിക്കാരെയും ഒരുമിച്ച് കൂട്ടി അതിനൊക്കെ MA ബേബിയൊക്കെ മുൻകൈ എടുക്കണം, ജോൺ ബ്രിട്ടാസൊക്കെ മുൻകൈ എടുക്കണം. അല്ലാതെ ഇനിയും മറ്റേ കോൺഗ്രസ്സുകാർക്ക് ഒപ്പം നിൽക്കാൻ താല്പര്യമില്ല എന്ന് പറയല്ല, പോയി പണിയാക്കാൻ പറയാറ്റേ ഞങ്ങളെ. അവർ കള്ളന്മാരാണ്, അവർ BJPയുടെ കുഴലൂത്തുകാരാണ്. അവരെ ഒഴിവാക്കിയിട്ട് ഇല്ല മുന്നണിയാണെങ്കിൽ മാത്രം പോയാൽ മതി. ലാസ്സല.